എല്ലാ ശ്രോതാക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് നിങ്ങളുടെ പരിചയത്തിലുള്ളവരെയും സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇനിയും ഒരു കുടുംബവും വഴിയാധാരമാകരുത്, ആരും ജയിൽ ശിക്ഷ അനുഭവിക്കരുത്. കാരണം ഇന്ന് ജൂൺ 1. നമുക്കറിയാം, ഇനി കേരളം തുടക്കം കുറിച്ചിരിക്കുന്നത് സമരങ്ങളുടെ ഒരു പരമ്പരയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായിരുന്നു ഈയിടയ്ക്ക് സംഭവിച്ച ട്രിവാൻഡ്രത്ത് സംഭവിച്ച അക്രമങ്ങളുടെ പരമ്പരകളും. ഇനി അത് ഓരോ ദിവസവും ഓരോ പേരിലും ഓരോ രീതിയിലും തുടക്കം കുറിക്കും. എനിക്കാകെ പറയാനുള്ള ഈ രാഷ്ട്രീയ സഹയാത്രികരോടും രാഷ്ട്രീയം മാത്രം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന അനുഭാവികളോടും ആണ് ഇത് പറയുന്നത്. നിങ്ങൾ ഒരു സമരത്തിന് പുറപ്പെടുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സാഹചര്യങ്ങളെയാണ്. സമരത്തിൽ പങ്കെടുക്കുന്ന പലരും അത്ര കണ്ട് ആലോചിച്ചല്ല മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം നടപ്പാക്കുന്നു. നിർദ്ദേശം കിട്ടിയാൽ അപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അവിടെ ഉപേക്ഷിച്ച് അപ്പം തന്നെ സമരമുഖത്തേക്ക് പാഞ്ഞെത്തും. കാരണം അതല്ലെങ്കിൽ യൂണിയൻ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ യൂണിയൻ പുറത്താക്കും, അവരുടെ ജോലി നഷ്ടപ്പെടും. ഇത് സർവ്വസാധാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. കാരണം ഇതിലുള്ള ഗുണം ജോലി ചെയ്യാതെയും കൂലി കിട്ടുന്ന ചില സംവിധാനങ്ങൾ സമരക്കാരനുള്ളിലുണ്ട്. അത് കാരണം അവർ പോകാൻ വലുതായി ആഗ്രഹിക്കും. സമരം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ നിർധന വർഗത്തിൽപ്പെട്ടവരാണ്. അവർക്ക് മാതാപിതാക്കൾ കാണും, കുടുംബം കാണും. ആ കുടുംബം പോറ്റുന്നത് ഇവരുടെ തുച്ഛമായ വേതനം കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നാം സമരത്തെയാണ്, നമ്മൾ സമര അനുഭാവികളാണ്, പാർട്ടിയുടെ അനുഭാവികളാണ്, ആയിക്കോട്ടെ, കുഴപ്പമില്ല. നാം ഏത് പാർട്ടിയിലും വിശ്വസിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമുക്ക് ഏത് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ വീക്ഷണം, ഇതൊക്കെ എന്താണെന്ന് കഴിവതും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ എന്ത് തീരുമാനം, എന്ത് ഇഷ്ടക്കേട് എടുത്താലും അത് നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ മാതാപിതാക്കളെയോ ബാധിക്കുന്ന ഒന്നായിരിക്കരുത്. അവർക്ക് സമാധാനമായി ജീവിക്കണം. അല്ലെങ്കിൽ ഈ സമരമാണ് നിങ്ങളുടെ ജീവിതമാർഗങ്ങളിൽ കഴിവതും ഒരിക്കലും ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടരുത്. അവരുടെ ജീവിതം തകർക്കരുത്. അങ്ങനെ തകർക്കപ്പെട്ട പലരുമുണ്ട്. ആവേശത്തിൽ നിങ്ങളൊരു സമരത്തിന് മുതിരുമ്പോൾ നിങ്ങൾ മുന്നും പിന്നും ഒന്നും നോക്കാറില്ല. നേതാവൊന്ന് നേരിട്ട് ഫോൺ ചെയ്താൽ അപ്പം തന്നെ നിങ്ങളെല്ലാം മതി, നേതാവാണ് വിളിച്ചത്, അപ്പോൾ പോകണം. അപ്പോൾ നിങ്ങൾക്ക് പലതും ഫ്യൂച്ചറിൽ ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ കിട്ടേക്കാം, ലീഡർഷിപ്പിൽ വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ ചാടി അങ്ങ് പുറപ്പെടും. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത് ശേഷമായിരിക്കും, ആദ്യമൊന്നും കിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയുന്നു, നിങ്ങളെന്ത് സമരത്തിന് എന്തിനു, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ കടമകളെ നിറവേറ്റാൻ വിഘ്നം വരുന്ന ഒരു ഇതിലും നിങ്ങൾ ഇടപെടാതിരിക്കുക. നിങ്ങൾ അധ്വാനിച്ചാലേ നിങ്ങളുടെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പറ്റുമെന്നുള്ള സാഹചര്യം ഉള്ളവരിൽ അധികം പേരുമാണ് ഈ സമരങ്ങളിൽ പെട്ടുപോകുന്നത്. അതിലൂടെ സംഭവിക്കുന്ന പലതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ജീവഹാനി തന്നെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ചേക്കാം.
അവസാനം അംഗവൈകല്യം സംഭവിച്ചാലും ജീവിതഹാനി സംഭവിച്ചാലും നല്ലത് പാർട്ടി ലീഡേഴ്സിന് തന്നെയാണ്. കാരണം ആ പേരിൽ അവർ വീണ്ടും സമരങ്ങൾ തുടരും, വീര്യം കൂടുതലുണ്ടാകും. അപ്പോൾ സഹപ്രവർത്തകനെ പോലീസ് ഉപദ്രവിച്ചു, സഹപ്രവർത്തകന് മാരകമായ പരിക്ക് പറ്റി, ആ ഒരു 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 സ്പിരിറ്റിൽ സമരത്തിന് വേഗത കൂട്ടും. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർക്കഥയാണ്. ആയതുകൊണ്ട് ഇനി നിങ്ങൾ സമരത്തിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് മാത്രം, നിങ്ങളെ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നവരുടെ കുടുംബാംഗങ്ങളും അവരോടൊപ്പം ഉണ്ടോ എന്ന് നോക്കണം. അവരോടൊപ്പമല്ല, നിങ്ങളോടൊപ്പം ഒന്നിച്ചെന്ന് സമരം ചെയ്യുക, കുഴപ്പമില്ല. സമരത്തിന് ആഹ്വാനം തന്ന് അവർ പിന്തിരിഞ്ഞ് അവരുടെ സുരക്ഷിതമായ ഇടങ്ങളിലിരുന്ന് പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുകയും തല്ലും ജയിൽ ശിക്ഷ അനുഭവിക്കാൻ നിങ്ങളും. ഗുണമാർക്കാണ് കിട്ടുന്നത്? എല്ലാവർക്കും മന്ത്രിയാകാൻ പറ്റില്ല, എല്ലാവർക്കും സെക്രട്ടറി ആകാൻ പറ്റില്ല, എല്ലാവർക്കും സംഘടനയുടെ പ്രസിഡൻ്റാകാൻ പറ്റില്ല, എല്ലാവർക്കും ബാങ്ക് ഡയറക്ടറാകാൻ പറ്റില്ല. അത് വേണം ഒരു കഴിവ്. അത് എല്ലാ രീതിയിലുള്ള തരികിടയും പിടിച്ചെങ്കിൽ മാത്രമേ ഈ നിലകളിലൊക്കെ എത്തിച്ചേരാൻ പറ്റൂ. ഇപ്പോൾ തകർന്നുപോയ പല കുടുംബങ്ങളുമുണ്ട്. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലം സ്വന്തം വീട്ടുകാര്യങ്ങൾ നോക്കാൻ സാധിക്കാത്തൊരവസ്ഥ. എല്ലാം പാർട്ടി നോക്കിക്കോളും, നിങ്ങളുടെ പേരിൽ പിരിവ് നടത്തിക്കോളും, നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് പറയും. ഇതെല്ലാം ഒരു പരിമിതികളാണ് ഉണ്ടത്. അവസാനം സംഭവിക്കുന്നത് എന്താണ്? വയസ്സായ അച്ഛനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്കാൻ സാധിക്കാതെയും മക്കളുടെ വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുകയും അവസാനം പല സ്ത്രീകളും വേശ്യാവൃത്തിക്ക് പോണ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ആവശ്യം വല്ലതും നാം വരുത്തിച്ചു വയ്ക്കുന്ന വിനകളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു സമരത്തിന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയെന്ന് 1-ാം തീയതിയാണ്. ഇനി അങ്ങനെ സമരത്തിൻ്റെ പരമ്പരകളാണ്. നിങ്ങൾ നിങ്ങൾ പോണത് ന്യായീകരണമാണോ, അല്ലെങ്കിൽ നിങ്ങൾ സമരത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 വർഷമോ 10 വർഷമോ പോയി ജയിലിൽ കിടന്ന അന്ന് ജയിലിൽ കിടക്കുന്ന കാലം നിങ്ങളുടെ കുടുംബം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ സമരം ചെയ്യുക, ജയിലിൽ പോവുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്കാകാം. ജീവപര്യന്തം തടവ് ശിക്ഷിച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു ബഹളം, ആ സമരം വളരെ മോശമായിപ്പോയി. അർത്ഥമില്ലാത്തൊരു സമരം. ആരോ എന്തോ കേസിൽ പ്രതികൾ അവർ പോയി അത് ഏതെങ്കിലും ഒരു പ്രധാന ഒരു മന്ത്രിയുടെ ആരുടെ മകളാണെന്ന് വിചാരിച്ച് അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാതെ നേതാക്കന്മാർ കൂടെ നിന്നു, എല്ലാം വിളിച്ചു. അവസാനം നേതാക്കന്മാർ സേഫായി, അണികൾ അകത്തായി. ഈ അണികൾ അവർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അറിയില്ല. ഇനി അവരിറങ്ങി വന്നാൽ കുറേ ചുവന്ന പൂമാലയിട്ട് അവരെ സ്വീകരിക്കും. പണ്ട് കണ്ണൂരിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ആരെങ്കിലും പുറത്തിറങ്ങി വന്നാൽ അവർക്ക് വലിയൊരു സ്ഥാനം കൊടുത്ത് എന്തോ കുറച്ച് ചുവന്ന പൂമാല ഇട്ട് കൊടുത്താൽ അവർക്ക് വീണ്ടും വീര്യം കൂടും. സുഹൃത്തുക്കളെ, അച്ഛനോടും അമ്മയോടും കെട്ടിയ ഭാര്യയോടും മക്കളോടും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സമരത്തിനോ ഇതിനോ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങളതിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ കുടുംബം നോക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റാരും ഉണ്ടാവില്ല. പാർട്ടിക്കാർ പലത് പ്രഖ്യാപനങ്ങൾ നടത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അനുഭവിക്കുകയും നിങ്ങൾ ചെയറിൽ കുത്തിയിരുന്ന് വീടിൻ്റെ വരാന്തിലിരുന്ന് കാണുമ്പോൾ ഭാര്യ അവസാനം കഷ്ടപ്പെട്ട് തെണ്ടിത്തിരിഞ്ഞ് പോയി മക്കളെ വളർത്തേണ്ട ഒരു ഗതികേട് വരുമ്പോൾ അന്ന് നിങ്ങൾ ഓർക്കും, ഇത് ചെയ്യേണ്ടിയില്ലായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി എനിക്ക് കിട്ടുന്ന പണിക്കാശം കൊണ്ട് പിള്ളേരുടെ സാമാന്യ വിദ്യാഭ്യാസവും കൊടുത്തു ജീവിതം മുമ്പോട്ട് പോകാമെന്ന് ആര് ധരിക്കുന്നോ അവർക്കൊരിക്കലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ സമരം ചെയ്യുക, എന്തും ചെയ്യുക, പക്ഷേ നിങ്ങളുടെ കടമകൾ തീർത്തതിന് ശേഷം മാത്രമേ ആകാവൂ. അതുമല്ല, നിങ്ങൾ ആര് സമരത്തിന് വിളിച്ചാലും തൻ്റെ ഇടമായിട്ട് നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനെ കൊണ്ട് അപ്പോൾ സ്ട്രെങ്ത് കൂടും. പക്ഷേ അവിടെ ആരും കാണില്ല, സമരത്തിന് അതിൻ്റേതായ സ്പിരിറ്റും കാണത്തില്ല. അപ്പം നിങ്ങൾക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റും. അതൊന്ന് ഓർത്താൽ നന്നായിരിക്കും. കഴിയുന്നതും അനാവശ്യമായുള്ള ജയിൽ ശിക്ഷ വാങ്ങാതിരിക്കുക, ശിക്ഷകളിൽ കൂടി നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് അതാണ് ആവശ്യമെങ്കിൽ ഒരിക്കലും ഈ സമര വീര്യമുള്ള നേതാക്കന്മാർ
സമരക്കാർ കല്യാണം കഴിക്കാതിരിക്കുക. ഒരു കുട്ടിയെയും താലി കെട്ടി അവരുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്. അവരെ അസാത്മാർഗിക മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടരുത്. അതിൻ്റെ ദോഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാറിക്കിട്ടില്ല, അത് അവിടെ ഉണ്ടാകും. സമരക്കാരെന്ന് പറഞ്ഞാൽ നേതാക്കന്മാർക്ക് അവർക്ക് സമാധാനം കാണില്ല. മനുഷ്യനെ പറ്റിച്ച് വെട്ടിച്ച് നടക്കുന്നവർക്ക് അവന് ഉറക്കം കാണില്ല, ഒന്നും കാണത്തില്ല. അവൻ എപ്പോഴും മറ്റുള്ള ഉപദ്രവിച്ച് അതൊന്ന് സുഖം കണ്ടെത്താനേ നോക്കൂ. ഇവർക്കൊന്നും തനിച്ച് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് നാലുപാടും പോലീസും ഗുണ്ടകളും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അന്തി ഉറങ്ങാൻ പറ്റൂ. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഭവം, അത് ചരിത്രം പഠിപ്പിച്ച അനുഭവമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു, സമരത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശരിയും തെറ്റും മനസ്സിലാക്കുക. നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ജോലി ചെയ്യണം, സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ കഴിവതും ആ സുരക്ഷിത വലയം തീർത്തതിന് ശേഷം മാത്രം ഓരോന്നിലോട്ട് ഇറങ്ങുക. തീർച്ചയായിട്ടും ഇതെടുക്കാൻ നിങ്ങൾ സമരത്തിന് പോകുന്നെങ്കിൽ അതിലുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ അഭിമുഖീകരിക്കാനുള്ളൊരു സംവിധാനം വീട്ടിൽ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുക. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടും സമൂഹത്തോടും കാണിക്കുന്ന വലിയൊരു വഞ്ചനയായി മാത്രമേ കാണാൻ പറ്റൂ. സോ എല്ലാവരും ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും പറയുന്നു, ഒരു സമരത്തിനിറങ്ങുമ്പോൾ 4 വശം ചിന്തിക്കുക. ഭാര്യയോട് പറയുക, അച്ഛനമ്മ പറഞ്ഞ് ഞാൻ സമരത്തിന് പോകാൻ എന്തെങ്കിലും സംഭവിച്ചാൽ വിഷമിക്കരുത്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ മുദ്രാവാക്യം മുഴക്കി ജീവിക്കണമെന്ന് അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. ദെൻ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അല്ലാതെ ആരെങ്കിലും ഡൂക്കിൽ നേതാവ് വിളിച്ചാൽ, അതായത് വലിയ മന്ത്രി ആയെന്ന് വിചാരിച്ച് ഒറിജിനൽ നേതാവാകണമെന്നില്ല. ഡൂക്കിലെ നേതാക്കന്മാരാണ് കൂടുതലും മന്ത്രിപദത്തിൽ എത്തിച്ചേരുന്നത്. എന്നാൽ എല്ലാവരുമല്ല, കഷ്ടപ്പെടുന്നവരുമുണ്ട്. ഞാൻ അറിയുന്ന പല ആൾക്കാരുമുണ്ട്. രാവിലെ പശുവിൻ്റെ പാല് കറന്ന് പല വീടുകളിലും കൊണ്ട് കൊടുത്തതിന് ശേഷം വന്ന് അവരുടെ അന്നത്തെ ആഹാരത്തിനുള്ള ജോലി ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമാണ് പാർട്ടി പ്രവർത്തനത്തിന് പോകുന്നത്. ഇവിടെ എത്ര പേര് പോകണം അങ്ങനെ? ഇവിടെ ഏറ്റവും നേതാവായി നടിക്കുന്നവന്മാരാണ് മനുഷ്യനെ പറ്റിച്ചിട്ട് ജീവിക്കുന്നവരാണ്. ഇനി എല്ലാവർക്കും സ്പീക്കറാകാൻ പറ്റില്ല, എല്ലാവർക്കും പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആകാൻ പറ്റില്ല, വകുപ്പ് മന്ത്രി ആകാൻ പറ്റില്ല. ഒറിജിനൽ അവർക്ക് മാത്രമേ പറ്റൂ. അതിലെല്ലാവർക്കും മനസാക്ഷി ഉണ്ടാകണമെന്നില്ല, എന്നാൽ മനസാക്ഷി ഉള്ളവരും കാണും. പല നേതാക്കന്മാരും ജീവിച്ചിരിപ്പുള്ള നേതാക്കന്മാരുണ്ട്. നിങ്ങൾ അവരെ ഒന്ന് പഠിക്കുക, അവർക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ തരികിടയും നുണപ്രചരണം നടത്തി മനുഷ്യനെ വഷളാക്കി കൂട്ടം കൂടിപ്പിച്ച് സമരങ്ങളുണ്ടാക്കി അതിന് നേതൃത്വ സ്ഥാനം എടുത്ത് മുകളിലോട്ട് കയറി വരുന്നവരാണ് അധികം പേരും. എനിക്കറിയാം, കൂലിപ്പണി ചെയ്ത് കൂലിത്തല്ലുമായി നടന്ന മന്ത്രിമാരും ഈ സമൂഹത്തിലുണ്ട്. നേരിട്ട് അറിയുന്നവരാണ്. അടുത്ത കിലോമീറ്റർക്കുള്ളിലുള്ള മന്ത്രിമാരെക്കുറിച്ച് ഇത് നല്ലതുപോലെ അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അവരുടെ ആ ഭാവവും ഭാവനയും കണ്ട ഇതൊക്കെ അവിടെ മാറിപ്പോയി. അവർ മുകളിൽ നിന്ന് ഓരോ പടി ഉയർന്ന് അങ്ങ് പോകണം. വഞ്ചനയും തരികിടയും അവർക്കറിയാവൂ, അവരത് അഭ്യസിച്ചുള്ളൂ. അത് പാർട്ടിയുടെ കെയർഫിൽ അവർ ഉപയോഗം കണ്ടെത്തുന്നു. സോ വീണ്ടും പറയുന്നു, കഴിവതും സ്വന്തം ജോലി നോക്കി കുടുംബത്തെയും ജന്മം തന്ന മാതാപിതാക്കളെയും സംരക്ഷിക്കാൻ നോക്കുക. അതായിരിക്കും കൂടുതൽ നല്ല രീതിയിലുള്ള സാഹചര്യമടയാൻ കിട്ടുന്ന ഒരു മാർഗവും. എല്ലാവരും ചിന്തിച്ച് മുന്നോട്ട് പോകുക. സമര പരമ്പരകളിൽ പെടാതിരിക്കുക. അത് പോകേണ്ടി വന്നാലും ആലോചിച്ച് പോവുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.